ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജെറാർഡ് മാൻലി ഹോപ്കിൻസ് എഴുതിയ ദ ഗോഡ്സ് ഗ്രാൻഡിയർ എന്ന പോയമാണ്. ആദ്യം നമുക്ക് പോയറ്റിനെ പറ്റി നോക്കാം. ജെറാർഡ് മാൻലി ഹോപ്കിൻസ് വാസ് ആൻ ഇംഗ്ലീഷ് വിക്ടോറിയൻ പോയറ്റ് ആൻഡ് ജെസ്യൂട്ട് പ്രീസ്റ്റ്. ജെറാർഡ് മാൻലി ഹോപ്കിൻസ് ഒരു ഇംഗ്ലീഷ് വിക്ടോറിയൻ കവിയും ജെസ്യൂട്ട് പുരോഹിതനുമായിരുന്നു. Celebrated for his vivid nature imagery and highly innovative use of rhythm, his groundbreaking work was not published until decades after his death, fundamentally changing 20th century poetry. ഇതിൽ പറയുന്നത് ഉജ്ജ്വലമായ പ്രകൃതി പ്രതിച്ഛായകൾക്കും താളത്തിൻ്റെ നൂതനമായ ഉപയോഗത്തിനും പേരുകേട്ട അദ്ദേഹത്തിൻ്റെ വിപ്ലവകരമായ കൃതി അദ്ദേഹത്തിൻ്റെ മരണശേഷം, അതായത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഇത് 20ാം നൂറ്റാണ്ടിലെ കവിതയെ അടിസ്ഥാനപരമായി മാറ്റിമറിച്ചു. അദ്ദേഹം എസെക്സിലെ സ്ട്രാറ്റ്ഫോർഡിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബം സമ്പന്നവും ആഴത്തിലുള്ള മതപരവുമായ ഒരു കലാപരമായ കുടുംബമാണ്. അദ്ദേഹം ഓക്സ്ഫോർഡിലെ ബല്ലിയോൾ കോളേജിലാണ് പഠിച്ചത്. അവിടെ അദ്ദേഹം ക്ലാസിക്കുകളിൽ മികവ് പുലർത്തുകയും ഭാവി കവി സമ്മാന ജേതാവായ റോബർട്ട് ബ്രിഡ്ജസുമായി ആജീവനാന്ത സൗഹൃദം പുലർത്തുകയും ചെയ്തു. 1866 ഓക്സ്ഫോർഡ് പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനത്തിൽ ഒരു ആത്മീയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഹോപ്കിൻസ് റോമൻ കത്തോലിക്ക മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. 1868 അദ്ദേഹം സൊസൈറ്റി ഓഫ് ജീസസിൽ ചേരുകയും 1877 പുരോഹിതനായി അഭിഷിക്തനാക്കുകയും ചെയ്തു. ഇനി അദ്ദേഹത്തിൻ്റെ കാവ്യനിശബ്ദതയെ പറ്റി നോക്കാം. അദ്ദേഹത്തിൻ്റെ ആദ്യകാല കവിതകൾ കത്തിച്ച് കളയുകയും പിന്നീട് 7 വർഷത്തേക്ക് കവിതയെഴുത്ത് നിർത്തുകയും ചെയ്തു. ഇനി അദ്ദേഹത്തിൻ്റെ സാഹിത്യ പുനരാരംഭം നോക്കാം. 1875 5 കന്യാസ്ത്രീകളുടെ ജീവൻ അപഹരിച്ച ഒരു ദാരുണമായ കപ്പൽ ഛേദത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മൗനം ഭഞ്ജിച്ച് ദി റെക്ക് ഓഫ് ദി ഡച്ചാലൻഡ് എന്ന കവിത എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ മാസ്റ്റർ പീസുകളിൽ ചിലതാണ് ദി വിൻഡ് ഹോവർ, ഗോഡ്സ് ഗ്രാൻഡിയർ, പൈഡ് ബ്യൂട്ടി എന്നിവ. ഇനി അദ്ദേഹത്തിൻ്റെ അവസാന വർഷങ്ങളും മരണാനന്തര പാരമ്പര്യവും നോക്കാം. 1884 ഡബ്ലിനിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഗ്രീക്ക് പ്രൊഫസറായി നിയമപ്പെടുന്നതിനു മുമ്പ് അദ്ദേഹം ഇംഗ്ലണ്ടിലും സ്കോട്ട്ലൻഡിലും ഒരു ഇടവക വികാരിയും അധ്യാപകനായും ജോലി ചെയ്തു. ഇനി അദ്ദേഹത്തിൻ്റെ രോഗവും മരണവും നോക്കാം. അമിത ജോലിഭാരം മൂലം കടുത്ത വിഷാദവും ആരോഗ്യ പ്രശ്നങ്ങളും അനുഭവിച്ച അദ്ദേഹം 1889 44-ാം വയസ്സിൽ ടൈഫോയിഡ് ബാധിച്ചാണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് മിക്കവാറും എല്ലാ കവിതകളും പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നില്ല. 1918 അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് റോബർട്ട് ബ്രിഡ്ജസ് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ കൃതികളുടെ ഒരു സമാഹാരം പ്രസിദ്ധീകരിച്ചു. ആധുനിക സാഹിത്യത്തിലെ ഒരു വലിയ കുതിച്ചുചാട്ടമായി ഇത് പെട്ടെന്ന് അംഗീകരിക്കപ്പെട്ടു. ഇത് കവികളുടെ തലമുറകളെ സ്വാധീനിച്ചു. ഇനി കവിതയുടെ സമ്മറിയിലേക്ക് കടക്കാം. ജെറാർഡ് മാൻലി ഹോപ്കിൻസ് എഴുതിയ ദൈവത്തിൻ്റെ മഹത്വം എന്ന കവിത പ്രകൃതി ലോകത്ത് ദൈവത്തിൻ്റെ മഹത്വവും സദാ നിലനിൽക്കുന്നതുമായ സൗന്ദര്യത്തെ ആഘോഷിക്കുന്ന ഒരു സോണറ്റാണ്. അതേസമയം നിരന്തരമായ വ്യവസായവൽക്കരണത്തിലൂടെയും അത്യാഗ്രഹത്തിലൂടെയും മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിക്കുന്നതിൽ ദുഃഖം പ്രകടിപ്പിക്കുന്നു. ലോകം ദൈവത്തിൻ്റെ വൈദ്യുതവും അതിശക്തവുമായ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് ഈ കവിത ആരംഭിക്കുന്നത്. എന്നാൽ മനുഷ്യർ ദൈവത്തിൻ്റെ അധികാരത്തെ അവഗണിക്കുന്നു. മനുഷ്യർ വരുത്തുന്ന എല്ലാ നാശനഷ്ടങ്ങൾക്കും ഇടയിലും പ്രകൃതി ഒരു ആന്തരികവും നശിപ്പിക്കാനാവാത്തതുമായ പുതുമ നിലനിർത്തുന്നു. ഈ കവിത ഒരു പ്രതീക്ഷയോടെയാണ് അവസാനിക്കുന്നത്. ഒരു പക്ഷി അതിൻ്റെ മുട്ടകളെ സ്നേഹപൂർവ്വം സംരക്ഷിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ലോകത്തെ നിരന്തരം നിരീക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ദൈനംദിനം പുതുക്കൽ ഉറപ്പിക്കുന്നു എന്നാണ് ഈ കവിത പറയുന്നത്. അതായത് ദൈവിക മഹത്വത്തിനും മനുഷ്യൻ്റെ വിനാശത്തിനും ഇടയിലുള്ള ഏറ്റുമുട്ടലിനെയാണ് ഈ കവിത പര്യവേക്ഷണം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയെ നിരന്തരം നിറയ്ക്കുമ്പോൾ മനുഷ്യവർഗം ഭൗതിക നേട്ടങ്ങൾക്കും വ്യാവസായിക മലിനീകരണത്തിനും വേണ്ടി അതിനെ അവഗണിക്കുന്നുവെന്ന് ഇത് വാദിക്കുന്നു. ഈ അധപതനം ഉണ്ടായിരുന്നിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണ സാന്നിധ്യത്തിൽ പ്രകൃതി ശാശ്വതമായി നവീകരിക്കപ്പെടുന്നു എന്നാണ് ഈ കവിത പറയുന്നത്. Gerard Manley Hopkins' God's Grandeur is a Petrarchan sonnet that explores the tension between divine magnificence and human destructiveness.
It asserts that the earth is constantly infused with God's radiant energy, yet laments how industrialization and greed have blended humanity to this divine presence. ഇതിൽ പറയുന്നത് ജെറാർഡ് മാൻലി ഹോപ്കിൻസിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം എന്ന കൃതി ദൈവിക മഹത്വത്തിനും മനുഷ്യൻ്റെ വിനാശത്തിനും ഇടയിലുള്ള പിരിമുറുക്കം പര്യവേക്ഷണം ചെയ്യുന്ന ഒരു പെട്രാർക്കൻ സോണറ്റാണ്. ഭൂമി നിരന്തരം ദൈവത്തിൻ്റെ പ്രകാശമാനമായ ഊർജത്താൽ നിറഞ്ഞിരിക്കുന്നുവെന്ന് അത് വാദിക്കുന്നു. അതേസമയം വ്യവസായവൽക്കരണവും അത്യാഗ്രഹവും മനുഷ്യരാശിയെ ഈ ദിവ്യ സാന്നിധ്യത്തിൽ നിന്ന് എങ്ങനെ അന്തരാക്കിയെന്ന് ഈ കവിത വിലപിക്കുന്നു. ഇനി ഈ കവിതൻ്റെ ഫസ്റ്റ് 8 വരികൾ നോക്കാം. ദ ഒക്റ്ററ്റ്. ഡിവൈൻ സ്പ്ലെൻഡർ. ദ പോയം ഫേമസ്ലി ഓപ്പൺസ് വിത്ത് declaration that the world is charged with the grandeur of God. This energy flashes suddenly like shining from shook foil and gathers greatness like oil crushed out of olives. ലോകം ദൈവത്തിൻ്റെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തോടെയാണ് ഈ കവിത ആരംഭിക്കുന്നത്. ഈ ഊർജം പെട്ടെന്ന് കുലുങ്ങിയ ഫോയിലിൽ നിന്ന് തിളങ്ങുന്നത് പോലെ മിന്നിമറയുകയും ഒലിവിൽ നിന്ന് പൊടിച്ച എണ്ണ പോലെ മഹത്വം ശേഖരിക്കുകയും ചെയ്യുന്നു. അടുത്തത് ഹ്യൂമൻ ഇൻഡിഫറൻസ്. Despite this overt presence of God, Hopkins laments that men do not wreck his rod, they ignore God's authority. ഇത് പറയുന്നത് ദൈവത്തിൻ്റെ ഈ പ്രത്യക്ഷ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ടും മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അധികാരത്തെ അവഗണിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് ഇൻഡസ്ട്രിയൽ ഡിസ്ട്രക്ഷൻ. He describes the devastating effects of the Industrial Revolution, where mankind's pursuit of trade and profit has seared, bleared, and smeared the natural world, leaving it barren and smelling only of human toil. വ്യാവസായിക വിപ്ലവത്തിൻ്റെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അദ്ദേഹം ഈ കവിതയിൽ വിവരിക്കുന്നു. അവിടെ വ്യാപാരത്തിനും ലാഭത്തിനും വേണ്ടിയുള്ള മനുഷ്യൻ്റെ പരിശ്രമം പ്രകൃതി ലോകത്തെ ചീഞ്ഞുപോയി, മങ്ങിച്ചു, പുരട്ടി, അതിനെ തരിശാക്കി മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ മാത്രം ഗന്ധം വമിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇനി അവസാനത്തെ 6 വരികൾ നോക്കാം. ദ സെസ്റ്ററ്റ്. നാച്ചേഴ്സ് റെസിലിയൻസ്. ദ പോയം ഷിഫ്റ്റ്സ് from a pessimistic view to a hopeful tone. The speaker declares that nature is never fully destroyed because there is a dearest freshness deep down things. ഇതിൽ പറയുന്നത് പ്രകൃതിയുടെ പ്രതിരോധശേഷിയെ പറ്റിയാണ്. കവിത ഒരു അശുഭാപ്തി വീക്ഷണത്തിൽ നിന്ന് ഒരു പ്രതീക്ഷാസ്വരത്തിലേക്ക് മാറുകയാണ്. വസ്തുക്കളുടെ ആഴങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുതുമ ഉള്ളതിനാൽ പ്രകൃതി ഒരിക്കലും പൂർണ്ണമായും നശിപ്പിക്കപ്പെടുന്നില്ലെന്ന് ഇതിൽ കവി പ്രഖ്യാപിക്കുന്നു. അടുത്തത് റീബർത്ത്. യൂസിങ് ദ എറ്റേണൽ സൈക്കിൾസ് ഓഫ് സൺ വിച്ച് സിങ്ക്സ് into the darkness of night only to spring back in the brown brink eastward. Hopkins illustrates that the earth constantly regenerates. രാത്രിയുടെ ഇരുട്ടിലേക്ക് മുങ്ങിത്താഴുന്ന സൂര്യൻ്റെ നിത്യചക്രങ്ങൾ ഉപയോഗിച്ച് കിഴക്കോട്ട് തവിട്ട് നിറത്തിലുള്ള വക്കിൽ തിരികെ ഉദയം ചെയ്യുന്ന ഭൂമി നിരന്തരം പുനരുജ്ജീവിക്കുമെന്ന് ഹോപ്കിൻസ് ചിത്രീകരിക്കുന്നു. അടുത്തത് ഡിവൈൻ പ്രൊട്ടക്ഷൻ. The poem concludes with a comforting image of the Holy Ghost brooding over the world with the warmth and protection of Mother Bird with her bright wings. ഇതിൽ പറയുന്നത് ദിവ്യ സംരക്ഷണത്തെ പറ്റിയാണ്. അതായത് തിളങ്ങുന്ന ചിറകുകളുള്ള ഒരു അമ്മ പക്ഷിയുടെ ഊഷ്മളതയും സംരക്ഷണവും കൊണ്ട് പരിശുദ്ധാത്മാവ് ലോകമെമ്പാടും വ്യാപരിക്കുന്നതിൻ്റെ ആശ്വാസകരമായ ഒരു ചിത്രത്തോടെയാണ് ഈ കവിത അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ കവിത. അതിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.